നമ്മളിന്ന് ഡീൽ ചെയ്യുന്ന ടോപ്പിക് ആൻറ്റിജൻ ആണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ നമുക്കൊരു സബ്സ്റ്റൻസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ടും 2 ഡിസ്റ്റിങ്ക്റ്റ് ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2 ഇമ്മ്യൂണോളജിക്കൽ പ്രോപ്പർട്ടീസിനെ ഒരു സബ്സ്റ്റൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെ ആൻറ്റിജൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇമ്മ്യൂണോജെനിസിറ്റി ആൻഡ് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ആൻറ്റിജെനിസിറ്റി. നമുക്കാദ്യം ഇമ്മ്യൂണോജെനിസിറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു ആൻറ്റിജൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്ന പേരാണ് ഇമ്മ്യൂണോജെനിസിറ്റി. അതായത് ഒരു ആൻറ്റിജന് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്, ആ കഴിവിന് പറയുന്ന പേരാണ് ഇമ്മ്യൂണോജെനിസിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി സെല്ലുമായിട്ട് ആൻറ്റിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫക്റ്റർ ബി സെൽ ആൻഡ് മെമ്മറി ബി സെൽസ് ആണ് ഉണ്ടാവുക. അതിൽ എഫക്റ്റർ ബി സെൽ എന്ന് വെച്ചാൽ ഒരു പ്ലാസ്മ സെല്ലാണ് ആൻഡ് ഈ സെല്ല് എന്ത് ചെയ്യും, ആൻറ്റിബോഡി സെക്രീറ്റ് ചെയ്യും. മെമ്മറി ബി സെൽ എന്ന് വെച്ചാൽ എന്താണ്, ലോങ് ടേം ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സെല്ലാണ്. അപ്പോൾ ബി സെല്ലുടെ ആൻറ്റിജൻ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫക്റ്റർ ബി സെല്ലും ഉണ്ടാവും, മെമ്മറി ബി സെല്ലും ഉണ്ടാവും. ഇനി നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ആൻറ്റിജെനിസിറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് പറയണമെങ്കിൽ അത് ഇമ്മ്യൂണോജെനിസിറ്റിനെ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. അതായത് ഇമ്മ്യൂണോജെനിസിറ്റിയിൽ നമ്മൾ പറഞ്ഞത് ഒരു ആൻറ്റിജന് ഇമ്മ്യൂൺ റെസ്പോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് എന്ത്, ഇമ്മ്യൂണോജെനിസിറ്റി. അങ്ങനെ ആ ഇമ്മ്യൂൺ റെസ്പോൺസുമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ, ആ പ്രൊഡക്ട്സുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആൻറ്റിജൻ്റെ ആബിലിറ്റിയാണ് ആൻറ്റിജെനിസിറ്റി. ഒന്നും കൂടി പറയാം, ഇമ്മ്യൂണോജെനിസിറ്റി എന്ന് വെച്ചാൽ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആൻറ്റിജൻ്റെ ആബിലിറ്റിയാണ് ആൻഡ് ആ ഇമ്മ്യൂൺ റെസ്പോൺസ് വഴി ഉണ്ടായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആൻറ്റിജൻ്റെ ആബിലിറ്റിയാണ് ആൻറ്റിജെനിസിറ്റി. ഓക്കെ, ഇനി ഈ പ്രൊഡക്ട്സിന് എക്സാമ്പിൾസ് ആണ് ആൻറ്റിബോഡീസ്, ടി സെൽ റിസപ്റ്റേഴ്സ്. ഇതൊക്കെ പ്രൊഡക്ട്സിന് എക്സാമ്പിളാണ്. അതായത് ആൻറ്റിബോഡി ആയിട്ടോ അല്ലെങ്കിൽ ടി സെൽസ് ആയിട്ടോ ഒക്കെ ബൈൻഡ് ചെയ്യാനുള്ള ഒരു ആൻറ്റിജൻ്റെ ആബിലിറ്റിയാണ് എന്ത്, ആൻറ്റിജെനിസിറ്റി. ഇനി വേറെ പോയിന്റ് നോക്കാം. ആൻറ്റിജൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഇമ്മ്യൂണോജൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്മ്യൂണോജെനിസിറ്റി. ആൻറ്റിജന് ഇമ്മ്യൂണോജെനിസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആൻറ്റിജനെ ഇമ്മ്യൂണോജൻ എന്നും കൂടി വിളിക്കും. ഇനി നമുക്ക് ആൻറ്റിജെനിസിറ്റീൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എപ്പിടോപ്പിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ എപ്പിടോപ്പിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും, സെയിം ഫംഗ്ഷൻ തന്നെയാണ്, മറ്റേതിൻ്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. അതായത് ഇത് എന്താ ചെയ്യുക, ഇത് നമ്മുടെ ടി സെൽസിനും ബി സെൽസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സ്പെസിഫിക് ആൻറ്റിബോഡീസും അതുപോലെ തന്നെ ടി സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ബൈൻഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. കാരണം ഇതൊരു ആൻറ്റിജെനിസിറ്റീൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ. ആൻഡ് ഇതിന് നമ്മൾ ആൻറ്റിജനിക് ഡിറ്റർമിനൻ്റ് എന്ന് കൂടി വിളിക്കും. ആൻഡ് ഇതെന്ന് വെച്ചാൽ ഒരു ആൻറ്റിജനിൽ കാണുന്ന ഒരു സ്മോൾ ഏരിയ ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും, അമിനോ ആസിഡ്സും അതുപോലെ തന്നെ മോണോസാക്കറൈഡ് റെസിഡ്യൂസൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി എപ്പിടോപ്പിൻ്റെ സ്ട്രക്ചറിലുള്ള 2 ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലീനിയർ ഓർ സീക്വൻഷ്യൽ എപ്പിടോപ്പ് ആൻഡ് സെക്കൻഡ് വൺ ആണ് കൺഫോർമേഷണൽ ഓർ നോൺ സീക്വൻഷ്യൽ എപ്പിടോപ്പ്. ലീനിയർ ഓർ സീക്വൻഷ്യൽ എപ്പിടോപ്പ് അതായത് ഒരു സിംഗിൾ ലീനിയർ അമിനോ ആസിഡ് സീക്വൻസ് ആണ് സീക്വൻഷ്യൽ എപ്പിടോപ്പ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എപ്പിടോപ്പ് എന്ന് വെച്ചാൽ ആൻറ്റിജനിൽ കാണുന്ന ഒരു സ്മോൾ ഏരിയ ആണ്. അതൊന്നെങ്കിൽ അമിനോ ആസിഡ്സ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും അല്ലെങ്കിൽ മോണോസാക്കറൈഡ് റെസിഡ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ സിംഗിൾ ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ലീനിയർ ഓർ സീക്വൻഷ്യൽ എപ്പിടോപ്പ്. ആൻഡ് ഇതിനെ ജനറലി റെക്കഗ്നൈസ് ചെയ്യുന്നത് ടി സെൽസ് ആണ്. ഇനി അടുത്താണ് നോൺ സീക്വൻഷ്യൽ എപ്പിടോപ്പ്. നോൺ സീക്വൻഷ്യൽ എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട്, ഇത് ലീനിയർ ആയിരിക്കില്ല, പകരം ഇത് എന്തായിരിക്കും, ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ആൻഡ് ഈ സെൽസിനെ ജനറലി റെക്കഗ്നൈസ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എപ്പിടോപ്പ് എന്ന് പറയുന്നത് ആൻറ്റിജനിൽ കാണുന്ന ഒരു സൈറ്റാണ്. അതുപോലെ തന്നെ ആൻറ്റിബോഡിയിൽ കാണുന്ന ഒരു സ്പെസിഫിക് സൈറ്റാണ് പാരാടോപ്പ്. ആൻഡ് ഈ എപ്പിടോപ്പ് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ആൻറ്റിബോഡിയിൽ കാണുന്ന പാരാടോപ്പുമായിട്ടാണ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് പാരാമീറ്ററാണ് ഹാപ്റ്റൺ. ഹാപ്റ്റൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ഇവരുടെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഇമ്മ്യൂണോജെനിസിറ്റീൻ്റെ പ്രോപ്പർട്ടി ഇല്ല. ഇമ്മ്യൂണോജെനിസിറ്റി ഇവർക്കില്ല, പകരം ഇവർക്ക് എന്തുണ്ട്, ആൻറ്റിജെനിസിറ്റീൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഈ ഹാപ്റ്റൺ വേറൊരു കാരിയറായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇവർ ഇമ്മ്യൂണോജെനിക്കായിട്ട് മാറും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻസിലിൻ. ഈ പെൻസിലിൻ എന്ന് പറയുന്ന ഡ്രഗ് വേറൊരു പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്താലാണ് ഇമ്മ്യൂണോജെനിക് ആകുന്നത്. ഓക്കെ, അങ്ങനെ ഹാപ്റ്റൺ ഒരു കാരിയറായിട്ട് ബൈൻഡ് ചെയ്താൽ അതൊരു ഹാപ്റ്റൺ കാരിയർ കോംപ്ലക്സ് ആയിട്ട് മാറും. ആൻഡ് ഈ ഹാപ്റ്റൺ കാരിയർ കോംപ്ലക്സിന്
ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്, ഇമ്മ്യൂണോജെനിസിറ്റിക്കുള്ള എബിലിറ്റി ഉണ്ട്. ആൻഡ് പിന്നെ പറയുന്നത് ഈ ഹാപ്റ്റൻ കാരിയർ കോംപ്ലക്സിന് എന്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ 2 ഹാപ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ 2 കാരിയേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാപ്റ്റൻ കാരിയർ കോംപ്ലക്സിനെതിരെയായിട്ടും ഇവർക്ക് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഹാപ്റ്റൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. 2 ടൈപ്പാണുള്ളത്, സിമ്പിൾ ഹാപ്റ്റൻ ആൻഡ് കോംപ്ലക്സ് ഹാപ്റ്റൻ. അതിൽ സിമ്പിൾ ഹാപ്റ്റനിൽ പേര് പോലെ തന്നെ ആൾ ഭയങ്കര സിമ്പിളാണ്, ഒരു എപ്പിടോപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിന് നമുക്ക് ഹാപ്റ്റൻ ആൻറ്റിബോഡി കോംപ്ലക്സിനെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ വഴി വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് എക്സാമ്പിളാണ് DNP അഥവാ ഡൈനൈട്രോഫീനോൾ. ആൻഡ് കോംപ്ലക്സ് ഹാപ്റ്റൻ പറയുന്ന സമയത്ത് ഇത് സിമ്പിൾ ഹാപ്റ്റൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇതിൽ 2 or 2-ൽ കൂടുതലോ എപ്പിടോപ്സ് ഉണ്ട്. ആൻഡ് ഇതിന് നമുക്ക്, അതായത് ഹാപ്റ്റൻ ആൻറ്റിബോഡി കോംപ്ലക്സിന് നമുക്ക് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ വഴി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കണം, ഡ്രഗ് മെറ്റബോളൈറ്റ്സ് ആണ്.